തമിഴ്നാട്ടിൽ കള്ളന്മാരുടെ ഒരു ഗ്രാമമുണ്ട്, തിരുട്ട് ഗ്രാമം. അവിടെയുള്ള മിക്ക ആളുകളും കള്ളന്മാരാണ്. തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് ഒരു സംഘം കള്ളന്മാർ കേരളത്തിലെത്തിയിട്ട് ആഴ്ചകളായി. കാര്യം പറയാം. മറ്റൊരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. കുറുവ സംഘം എന്നാണ് ആ സംഘത്തിന് പേര്. കള്ളന്മാരുടെ കൂട്ടമാണ്. അവർ ചെയ്യുന്നത് വീടിന് പുറത്തെത്തി ശബ്ദങ്ങൾ ഉണ്ടാക്കും. വീട്ടിന് പുറത്തെ ടാപ്പ് തുറന്നു വയ്ക്കും. ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന വീട്ടുടമസ്ഥൻ പുറത്തേക്ക് ഇറങ്ങും. പുറത്തിറങ്ങുന്ന വീട്ടുടമസ്ഥനെ ആക്രമിക്കും. എന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കവരും. കൊല്ലാൻ പോലും മടിക്കാറില്ല. അവരും കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തിനെന്നല്ലേ, അനുഗ്രഹം മേടിക്കാനാണ്. അമ്പലക്കള്ളന്മാരിൽ നിന്ന്, അമ്പല കൊള്ളക്കാരന്മാരിൽ നിന്ന് വെറ്റിലയും അടയ്ക്കയും വെച്ച് ദക്ഷിണ മേടിക്കാൻ. നമ്മുടെ കഥകളിലെ പഴയ കള്ളന്മാരുണ്ടല്ലോ, കായംകുളം കൊച്ചുണ്ണിയും വെള്ളയാണി പരമവും ഇത്തിക്കര പക്കിയുമൊക്കെ. അവർ ഇന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇവരുടെ കാൽക്കൽ വീണേനെ, സാഷ്ടാംഗം പ്രണമിച്ച് അനുഗ്രഹം മേടിച്ചേനെ. അത്രയും തീവ്രമായ കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. കോടതി ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വരുമായിരുന്നില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഈ കള്ളന്മാർക്ക് ഇടിത്തി പോലെ മറ്റൊരവതാരം വന്നിറങ്ങിയത്. ഇഡിയുടെ കിളച്ചു മറിക്കൽ തുടരുകയാണ്. അവർ ആകെ വിളയാടുകയാണ്. എല്ലാ കള്ളന്മാരുടെയും, ഈ ജയിലിലായ എല്ലാ കള്ളന്മാരുടെയും വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. കേരളവും തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ചാണ് റെയ്ഡുകൾ. ജുവലറി ഉടമയുടെയും മന്ത്രി മുതൽ തന്ത്രി വരെയും, വാസു മുതൽ സ്വർണ്ണ വിൽപ്പനക്കാരന്റെ വീട് വരെ ഇഡി അരിച്ചു പറക്കുന്നു. തിരുവനന്തപുരത്ത് ദേവസ്വം ആസ്ഥാനത്തും ഇഡിയുടെ റെയ്ഡ് നടന്നു. അത് ശക്തമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, പത്മകുമാർ, വാസു തുടങ്ങി ജയിലിലായ മുഴുവൻ ആളുകളുടെയും വീടുകളിൽ തിരച്ചു നടക്കുന്നു. ചില ബന്ധുക്കളുടെ വീടുകളിലും. പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള വിതരണക്കാരുടെയും കച്ചവടക്കാരുടെയും വീടുകൾ റെയ്ഡ് നടക്കുന്നു. 1000-ഓളം റെക്കോർഡുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനിയുമുണ്ട്. ഇപ്പോൾ ഇഡിയുടെ വേട്ട നടക്കുന്നത് ഈ സ്വർണ്ണക്കടത്തിനോട് അനുബന്ധിച്ച് നടന്ന കള്ളപ്പണ ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളെക്കുറിച്ച് മാത്രമല്ല അന്വേഷണം. വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചുമാറ്റി പുനഃസ്ഥാപിച്ച കൊടിമരത്തെക്കുറിച്ച്, അഷ്ടദിക്പാലകരുടെ ശില്പത്തെക്കുറിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം അറിയണം. പൊളിച്ചുമാറ്റിയ അല്ലെങ്കിൽ മുൻപിൽ കാണാവുന്ന, ഇളക്കിയെടുക്കാവുന്ന പാളികൾ കൊണ്ടുപോയത് അതേ സാധനമല്ല തിരിച്ചെത്തിച്ചിരിക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത്. കൊണ്ടുപോയ പാളികൾ കഷ്ണങ്ങളാക്കി വിറ്റിരിക്കാം. അതിന് സ്വർണത്തിന്റെ വിലയല്ല, വിശ്വാസത്തിന്റെ വിലയാണ്. ഉദാഹരണമായി 1 ലക്ഷം രൂപയുടെ സ്വർണം വിശ്വാസത്തിന്റെ പേരിൽ വിൽക്കുമ്പോൾ അതിന് കോടികളാണ് വില. അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാർ പോക്കറ്റിലാക്കിയത് ദശകോടികളാണ്. മുൻപിൽ കാണാവുന്ന ഈ സാധനങ്ങൾ ഇങ്ങനെ കടത്തിയപ്പോൾ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. അവിടെ വന്ന കാണിക്ക എന്ത് ചെയ്തിരിക്കാം? അതൊക്കെ ചാക്കിൽ തൂക്കി മാറ്റിയിരിക്കാം. കണക്കുള്ളതിന് ഇങ്ങനെയാണെങ്കിൽ കണക്കില്ലാത്ത കാണിക്കയ്ക്ക് എന്തുവാകാം? വിക്രം സാരാഭായി സ്പേസ് സെന്റർ അഥവാ VSSC നടത്തിയ രാസപരിശോധനാ ഫലത്തിൽ നൽകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊണ്ടുപോയ ശില്പപാളികളിൽ നിക്കൽ, അക്രലിക് പോളിമർ എന്നിവയുടെ അംശം ഉണ്ടായിരുന്നില്ല. എന്നാൽ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ച പാളികളിൽ ഇവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇളക്കിക്കൊണ്ടുപോയ പാളികളിൽ മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നു. എന്നാൽ തിരികെ ഫിറ്റ് ചെയ്ത പാളികളിൽ മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം ഇളക്കിക്കൊണ്ടുപോയ പാളിയല്ല തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് എന്ന് സംശയിക്കുന്നു. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമായിരുന്നില്ല. ഈ കൊള്ളക്കാർ ശബരിമലയെ തന്നെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയേനെ. ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇഡിയുടെ അന്വേഷണത്തിനെതിരെ മുട്ടുവിറച്ച രാഷ്ട്രീയക്കാർ പ്രസ്താവനകളുമായി പുറത്തിറങ്ങിയിരിക്കുന്നു.
ഇഡിയുടെ അന്വേഷണം ശരിയല്ല എന്നും ഇഡിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നുമാണ് ദേവസ്വം മന്ത്രി വാസവന്റെ പ്രസ്താവന. ശബരിമലയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെയാണ് ഉപജാപങ്ങളിലൂടെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്ന് കോടതി പറയുമ്പോൾ സാധാരണക്കാർ വിശ്വസിച്ചേൽപ്പിച്ച ഭരണവും അതുപോലെ ഈ ദേവസ്വം മന്ത്രിസ്ഥാനവും ഈ ദേവസ്വം സാധനങ്ങളെ സംരക്ഷിക്കാനല്ലേ ഉപയോഗിക്കേണ്ടത്? ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ അകത്താക്കുകയല്ലേ ഇവരുടെയൊക്കെ കടമ? എന്തിനാണ് ഇവർ ഈ അന്വേഷണത്തെ എതിർക്കുന്നത്? ആരെ രക്ഷിക്കാനാണ്? എവിടെ പൊടിയിടാനാണ്? ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുമായി ബന്ധപ്പെട്ട് ഇനിയും 3 പേരെങ്കിലും അറസ്റ്റിലാവാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലും 2 പേരെങ്കിലും സംശയ നിഴലിലാണ്. ഇതൊക്കെ SITയുടെ പ്രസ്താവനയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെ ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആസൂത്രിത കവർച്ചയെന്നും ഇതിനു പിന്നിൽ കൊള്ളസംഘം തന്നെയുണ്ട് എന്നും കോടതി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും SITക്കും ഇഡിക്കും പിന്നാലെ എൻഫോഴ്സ്മെന്റുമുണ്ട് ഈ കൊള്ളയുടെ പിന്നിൽ. ലോക തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള, പ്രതികളുടെ ജാമ്യത്തിനുള്ള അപേക്ഷ, എന്തായാലും ഈ ജാമ്യാപേക്ഷകൾ നടക്കും എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘങ്ങളുടെ തീരുമാനം. അതിനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.